ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം പ്ലേ സ്റ്റോറിൽ കയറി ഇൻഷോട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കണം. പിന്നീട് നമുക്ക് ഇൻഷോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻഷോട്ട് ഓപ്പൺ ആക്കണം. ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. വീഡിയോ, ഫോട്ടോ, ഇങ്ങനെ കൊളാജ് എന്നിങ്ങനെ വരും. അപ്പം നമ്മൾ എന്ത് വേണം, നമുക്കിപ്പോൾ വീഡിയോ എഡിറ്റ് ആണല്ലോ വേണ്ടത്. അപ്പം നമ്മൾ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യണം, ഒന്ന് തൊടണം. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. വീഡിയോയിൽ തൊടുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. നമ്മുടെ ഗാലറിയിലുള്ള ചിത്രങ്ങളൊക്കെ വരും. ഒന്നുകിൽ നമ്മൾക്ക് ഈ പിക്ചർ, അപ്പോൾ നമ്മുടെ ഗാലറിയിൽ ഇട്ടിരിക്കുന്ന, നമ്മൾ എടുത്തിരിക്കുന്ന വീഡിയോസാണ് ഈ കിടക്കുന്നതെല്ലാം. അപ്പോൾ ഇതിൽ തന്നെ കിടക്കുന്നത് വരും. അല്ലെങ്കിൽ ന്യൂ എന്നൊരു ഓപ്ഷൻ അതിൻ്റെ മുകളിൽ ഉണ്ട്. ആ ന്യൂ എന്നുള്ളതിലോ ഈ ചിത്രത്തിലോ ഏതിലെങ്കിലും ഒന്നിൽ നമുക്ക് ഏത് വീഡിയോയാണോ വേണ്ടത് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ന്യൂ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ അതിനകത്ത് ഇതിലില്ല. ഇപ്പോൾ ഇത് 3 എണ്ണമാണ് ഉള്ളത്. അപ്പം നമ്മൾ ആ മുകളിൽ കാണുന്ന പ്ലസ് ചിഹ്നത്തിൽ അല്ലെങ്കിൽ ന്യൂ എന്നതിലോ ടച്ച് ചെയ്യണം. ടച്ച് ചെയ്താൽ മതി. അപ്പോൾ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഗാലറിയിൽ കിടക്കുന്ന എല്ലാ വീഡിയോസും കാണിക്കും. അപ്പം നമുക്ക് ഏത് വീഡിയോയാണോ എഡിറ്റ് ചെയ്യേണ്ടത് ആ വീഡിയോയിൽ നമ്മൾ തൊടണം, സെലക്ട് ചെയ്യണം. അപ്പോൾ ആ വീഡിയോ ഇവിടേക്ക് വന്ന് കിടക്കും. അതായത് എഡിറ്റ് ചെയ്യേണ്ടടുത്ത് വരും. ഇതുപോലെ നമ്മൾ വീഡിയോയിൽ തൊടുമ്പോൾ ആ വീഡിയോ ഇമ്പോർട്ടഡ് എന്ന് കാണിക്കുമ്പോൾ ഇങ്ങനെ വരും. നമ്മളിപ്പോൾ വീഡിയോയിൽ നമുക്ക് ഏത് വീഡിയോയാണോ വേണ്ടത് ആ വീഡിയോയിൽ നമ്മൾ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ഇമ്പോർട്ടഡ് എന്ന് കാണിക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ താഴെ ഇമ്പോർട്ടഡ് എന്നതുണ്ട്. അതിൽ വീണ്ടും നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ ഇൻഷോട്ട് എഡിഷനിൽ വന്ന് കിടക്കും. ഇൻഷോട്ട് എഡിറ്റിൽ വന്ന് കിടക്കും. അപ്പോൾ കണ്ടോ, ഇതുപോലുള്ള കുറേ ചിഹ്നങ്ങൾ കാണിക്കും അതിനകത്ത്. അപ്പോൾ അത് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നമുക്ക് നീക്കി നോക്കണം എന്തൊക്കെ അതിൽ ഉണ്ട് എന്ന് നമുക്ക് അറിയുവാൻ പറ്റും. അപ്പോൾ അതിനകത്ത് വെച്ച് വേണമെങ്കിൽ നമ്മുടെ വീഡിയോയിൽ ചിലപ്പോൾ നമ്മൾ പുറത്ത് നിന്നൊക്കെ വീഡിയോ എടുക്കുമ്പോൾ അവിടെയുള്ള സൗണ്ട്, ഉദാഹരണമായിട്ട് കോഴി കൂകുന്ന സൗണ്ട്, ആരെങ്കിലും സംസാരിക്കുന്ന സൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വോളിയം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ സൗണ്ട് നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട്. സൗണ്ട് ഇല്ലാതെ ആ സൗണ്ടൊന്നും, പുറത്തുള്ള സൗണ്ടെല്ലാം ഇതുപയോഗിച്ച് നമുക്ക് കളയുവാൻ പറ്റും. ആ വോളിയത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ എവിടെ വരെയാണ് ഒരു ലൈൻ, വെള്ള ലൈൻ കാണും അതിനകത്ത്. അത് നമ്മൾ ബാക്കിലോട്ട് നമ്മൾ കൈവച്ച് തന്നെ നീക്കണം, ഡ്രാഗ് ചെയ്യണം. ഡ്രാഗ് ചെയ്തിട്ട് ഡൺ എന്നുള്ളൊരു ഓപ്ഷൻ വന്ന് കിടക്കും. അപ്പോൾ അതിൽ തൊടുമ്പോൾ അതിൻ്റെ സൗണ്ട് പോകും. നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ലെങ്ത് കൂടുതലാണെങ്കിൽ നമുക്കിതിനകത്ത് ഇത് സ്പ്ലിറ്റ് ചെയ്യുവാൻ പറ്റും. സ്പ്ലിറ്റ് ചെയ്ത് അത് ഡിലീറ്റ് ചെയ്ത് കളയുവാൻ പറ്റും. അതായത് വീഡിയോ സെലക്ട് ചെയ്തിട്ട് എവിടെ വെച്ചാണ് നമുക്ക് ലെങ്ത് കുറയ്ക്കേണ്ടത് അവിടെ ഇതിൻ്റെ ഒരു ലൈനുണ്ടല്ലോ, വര വന്ന് കിടക്കുമല്ലോ, ആ വര കൊണ്ട് അവിടെ അവിടെ വെച്ചാൽ സ്പ്ലിറ്റ് എന്ന ഒരു ഓപ്ഷൻ ഈ കണ്ടില്ലേറ്റി ഒരു സ്റ്റാറ് ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, അതങ്ങോട്ട് ബാക്കിലോട്ടാക്കുമ്പോൾ സ്പ്ലിറ്റ് എന്നുള്ളത് കാണുവാൻ കഴിയും. ആ സ്പ്ലിറ്റിൽ നമ്മൾ തൊടുമ്പോൾ അത് 2ആയിട്ട് കട്ട് ചെയ്യുന്നത് കാണാം. അത് നമുക്ക് വേണ്ടാത്ത ഭാഗം നമ്മളൊന്ന് സെലക്ട് ചെയ്തിട്ട്, പിന്നെ അതുപോലെ തന്നെ ഡിലീറ്റ് ഓപ്ഷനും ഉണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ ഡിലീറ്റ് ഓപ്ഷനൊക്കെ കാണും. ആ ഡിലീറ്റ് ചെയ്യുമ്പോൾ അതങ്ങ് ഡിലീറ്റായി പോകും. പിന്നെ നമുക്കിവിടെ മ്യൂസിക്കിൻ്റെ ഒരു ചിഹ്നം കിടക്കുന്നത് കണ്ടോ, അതിൽ തൊടുമ്പോൾ നമുക്കിതിന് സൗണ്ട് കൊടുക്കാം. അതായത് ഏതെങ്കിലും നല്ല സൗണ്ട് കൊടുക്കുവാൻ പറ്റും. അപ്പോൾ സൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്കതിനകത്ത് മ്യൂസിക്
മ്യൂസിക് അല്ല, ഓഡിയോ എന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അതിനകത്ത് തന്നെ കാണുവാൻ കഴിയും. അതായത് സ്ഥിരമായിട്ട് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും എങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യുന്നത്. അതിനകത്ത് കാണുന്ന ഓഡിയോ സിസ്റ്റംസ്, മ്യൂസിക് സിസ്റ്റംസ് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പോൾ അത് നമുക്ക് എല്ലാം ഒക്കെ ഒന്ന് പറ്റുന്നതൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് നമ്മൾ ചെയ്യുന്ന നമ്മുടെ വീഡിയോയ്ക്ക് അനുയോജ്യമായ സൗണ്ട് സെലക്ട് ചെയ്ത് ചേർക്കുവാൻ കഴിയും. അത് കഴിഞ്ഞ് നമുക്ക് അതായത് ഇതുണ്ട് ആ ഓഡിയോ, ടെക്സ്റ്റ് എന്നൊക്കെ ഉള്ളത് കണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഐക്കൺസാണ്. അപ്പോൾ അത് നമുക്കൊന്നിൽ റൈറ്റിലോട്ട് നീക്കാം, ലെഫ്റ്റിലോട്ടും നീക്കാം. ഇപ്പോൾ ലെഫ്റ്റിലോട്ട് നീക്കുമ്പോൾ റൈറ്റിലുള്ള ഒരുപാട് ഓപ്ഷനുണ്ട്. അതെല്ലാം തെളിഞ്ഞു വരും. നമ്മളെല്ലാം ആവശ്യമുള്ളതെല്ലാം ചെയ്തിട്ട് ഇതെന്ത് വേണം അവിടെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് എക്സ്പോർട്ട് എന്ന് കാണും. നമ്മളെല്ലാം ചെയ്ത് അതുപോലെ തന്നെ ഡൺ എന്നൊക്കെ എഴുതിയിരിക്കുന്നതൊക്കെ നോക്കണം. അപ്പോൾ ഈ എക്സ്പോർട്ട് എന്നുള്ളതിൽ ഞെക്കുമ്പോൾ അത് എക്സ്പോർട്ട് ആകുമ്പോൾ നമ്മൾ എന്ത് വേണം, അതിനകത്ത് നേരത്തെയൊക്കെ വീഡിയോ ചെയ്യുമല്ലോ, അതുപോലെ ക്യാപ്ഷൻസൊക്കെ ചേർക്കുവാനായിട്ട് കഴിയും. ക്യാപ്ഷൻസൊക്കെ ചേർത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യണം.